നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് കാണുമ്പോൾ നീ എന്നെ തിരിച്ചു വിളിക്കും, എന്നോട് യാചിക്കും, ഞാൻ പറയുന്ന അനുസരിക്കും. സ്നേഹ, എന്താ ഇത്? നിന്റെ ഫേസ് എന്താ എങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് തീരെ വയ്യ ധനുഷ്. ചിക്കൻ ബോക്സാ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അവന്തിക്ക് വിളിച്ച് കാര്യം പറയാം. അവള് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ധനുഷിനിപ്പോ തിരിച്ചു വരാൻ പറ്റുമോ? ഞാനൊരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് നിന്റെ അടുത്ത് ഓടി എത്തണമെന്നുണ്ട്. പക്ഷേ ഞാനവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനിരുന്ന അസുഖം കൂടും. ഉടൻ തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഞാൻ ഇപ്പൊ അവധിക്ക് വിളിക്കാം. നീ ഫോൺ വെച്ചോ. ഇതെന്താ പതിവില്ലാതെ? ഇന്നലത്തെ ഡോസ് ഏറ്റിട്ടുണ്ട്. ഹലോ അവന്തിക, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താടാ, പണം വല്ലതും ആവശ്യമുണ്ടോ? അതല്ല, സ്നേഹിക്ക് നല്ല സുഖമില്ല. അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു. മുഖത്തൊക്കെ ആകെ കുരുക്കളാ. നല്ല വേദനയും കാണും. നീ അവളെ എത്രയും വേഗം ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. അടിപൊളി. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അവള് നിന്റെ ജീവിതത്തിൽ നിന്ന് ചത്തു തൊലഞ്ഞു പോണെന്ന് ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാ. വസൂരി പിടിച്ച് അവള് ചത്തുപോന്നെങ്കിൽ പോട്ടടാ, നീ രക്ഷപ്പെട്ടില്ലേ? നിർത്തേ. നീ ആരെ കുറിച്ചാ പറയുന്നത് നിനക്കറിയോ? എന്റെ ഭാര്യയെ കുറിച്ച് അത് മറക്കരുത്. ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം കടല് പോലങ്ങ് ഇളകി മറിയുന്നുണ്ടല്ലോ. നിനക്ക് എന്നെക്കാളും വലുതാണോ അവള്? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ഇപ്പൊ ദയവ് ചെയ്ത് അവളിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ. വേദന സഹിക്കാൻ വയ്യ ആ പാവത്തിന്. അവന്തിക പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ പറയുന്നത് കേട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ എനിക്ക് സൗകര്യമില്ല. അവന്തിക പ്ലീസ് പ്ലീസ്, അങ്ങനെ പറയരുത്. രോഗം ആർക്കും വരാവുന്നതല്ലേ. അതുപോലെയാണോടാ ചിക്കൻ ബോക്സ്? ആർക്കെങ്കിലും അടുത്തെല്ലാം പറ്റുമോ? പകർച്ചവ്യാധിയല്ലേ? നീ പറയുന്നത് കേട്ട് ഞാൻ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ നാളെ ഇത് എനിക്ക് പകരില്ലെന്ന് എന്താ ഉറപ്പ്? അതുമാത്രമല്ല, അവള് ജീവിച്ചിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. ചോറൂണ് ചടങ്ങിലും വിഷുക്കൈ നീട്ടം തരുമ്പോഴും നടന്നത് ഞാൻ കണ്ടതാ. നിന്റെ ഉള്ളിൽ അവളോട് സ്നേഹം വഴിഞ്ഞങ്ങ് ഒഴുകല്ലേ?
നിനക്ക് പണം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. അല്ലാതെ അവളെ സഹായിക്കാൻ നീ എന്നെ വിളിക്കണ്ട. അവള് ചത്താലും നിനക്ക് ലാഭമല്ലേ ഉള്ളൂ. ഇത്രയും മനുഷ്യത്തില്ലാത്തൊരു മനസ്സായി പോയല്ലോ നിന്റേത്. ഒരു കാര്യം നീ ഓർത്തോ, ഇത്രയും നാളും ഞാൻ നിന്റെ കൂടെ നിന്നു. നീ പറഞ്ഞതെല്ലാം ചെയ്തു. എന്നിട്ടും എന്റെ ഭാര്യയ്ക്കൊരു വയ്യായിക വന്നപ്പോ അവള് ചാകട്ടെ എന്ന് അല്ലടി. എന്നാലേ നീ ഇതോടി കേട്ടോ, ജീവിതകാലം മുഴുവനും നീ അവളെയും കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. നിന്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചുതരാം. അതൊന്ന് നോക്ക്, എന്നിട്ട് തീരുമാനിക്ക. നിന്റെ ഭാര്യ ചിക്കൻ ബോക്സ് പിടിച്ച് ചാവണോ അതോ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കണോന്ന്. ആരെങ്കിലും വിളിച്ച് നീ അവളെ രക്ഷിക്കാൻ പറയുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടുനോക്ക്. ഇത് കാണുമ്പോ നീ എന്നെ തിരിച്ചു വിളിക്കും, എന്നോട് യാചിക്കും, ഞാൻ പറയുന്ന അനുസരിക്കും. നിനക്കിപ്പോ മനസ്സിലായോ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഈ ജന്മം പറ്റില്ലാന്ന്? അധികം ഇത് ചതിയാണ്. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? ഇത് പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന നീ അനുസരിക്കണം. സ്നേഹയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നെല്ലിശ്ശേരിയിലെ ഒരാളെ പോലും വിളിക്കാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ആരെങ്കിലും നീ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. അവന്തിക പ്ലീസ്. വെച്ചിട്ട് പോടാ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നെല്ലിശ്ശേരിയിൽ ആരെ വിളിക്കാൻ അവന് ധൈര്യം വരില്ല. വിളിച്ചാൽ എന്ത് സംഭവിക്കുന്ന അവന് നല്ലതുപോലെ അറിയാം. അവൾ അവിടെ കിടന്ന് നരകിച്ച് ചാവട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.